ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചത് വിഷുവിൻ്റെ അന്ന് കേട്ടോ. വിഷുവും കഴിഞ്ഞ് ഇത്രയായിട്ട് ഇപ്പോഴാണ് ആ വീഡിയോ ഇടണമെന്ന് വിചാരിക്കരുത്. ഞാനിപ്പോൾ നാട്ടിലില്ല കേട്ടോ, ഞാൻ ചെന്നൈയിലാണ്. ചെന്നൈക്ക് പോകുന്നൊരു വ്ളോഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത്. വിഷു അങ്ങനെ ആർഭാടാക്കിയിട്ട് എടുത്തിട്ടൊന്നുമില്ല. വിഷുവിൻ്റെ ഒരു സാധനമില്ല, ഞാൻ അത് ഈ കണി വെച്ചത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ വിഷു അങ്ങോട്ട് ആഘോഷിക്കാനും പറ്റിയിട്ടില്ല. വിഷുവാന്ന് ഞങ്ങൾ മനസ്സിൽ തോന്നണമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നേ. അപ്പോൾ അത് രാവിലെ കണിയൊക്കെ കണ്ടിട്ട് ഞാൻ ഉമ്മാർത്ത് കുറച്ച് നേരം വന്നിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് വന്നു കേട്ടോ. ഏട്ടൻ ഇന്ന് വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് നാട്ടിലേക്ക് വരുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ പോവും. ഏട്ടന് ലീവില്ല കേട്ടോ, വിഷു ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഏട്ടൻ വന്നത്. മെയിനായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇന്ന് തന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും വലിയ ബാഗായിട്ട് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. അതിവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അങ്ങോട്ട് പാഴ്സൽ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഏട്ടനോട് ബാഗ് എടുത്തിട്ട് വരാൻ പറഞ്ഞതാട്ടോ. എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടനും വിഷുവിൻ്റെ അന്ന് അമ്പലത്തിൽ പോയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുളിച്ച് മാറ്റിയിട്ട് എൻ്റെ വീട്ടിലാദ്യം പോയിട്ട് അമ്മയ്ക്കും അച്ഛനൊക്കെ കൈനീട്ടം കൊടുത്തിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിക്കും മക്കൾക്കും കൈനീട്ടം കൊടുത്തിട്ട് ഞങ്ങളത് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. ഞങ്ങളുടെ രണ്ടാമത്തെ വിഷുവും ഏട്ടൻ്റെയും ചേച്ചീൻ്റെയും ആദ്യത്തെ വിഷു കേട്ടോ അത്. ഇവിടുന്ന് ഞങ്ങോട്ട് നേരവണ്ണം വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ, ഫുള്ള് നേരം വൈകിയിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ട് നേരെ എൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് പാക്ക് ചെയ്തിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം കേട്ടോ. 6:50 ഞങ്ങൾക്ക് ട്രെയിന് ചെന്നൈ മെയിലിനാട്ടോ ഞങ്ങൾ പോണത്. ടിക്കറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ പോണ കാര്യം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ റൂം ശരിയാവാത്തതുകൊണ്ട് ഞങ്ങൾ വിഷുവിന് പോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് റൂം ശരിയായി, അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ജനറലാണ്. എന്താ അവസ്ഥ എന്നൊരു പിടിയില്ല. എന്തായാലും നല്ല തിരക്കാവും, വിഷുവിൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിൽ പോകണതല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇതാ ട്രെയിനിലൊക്കെ കയറി ഷൊർണൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അത് ഒരു സീറ്റാണ് കിട്ടിയത്. കുറ്റിപ്പുറത്ത് കയറുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കനുണ്ടായിരുന്നു. എൻ്റെ കാലൊന്നും നിലത്തെ തട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പട്ടാമ്പി എത്തിയപ്പോൾ കുറച്ചൊരു ആശ്വാസമായി. പിന്നെ അതാ ഷൊർണൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സീറ്റും കിട്ടി. ആ ഒരു സീറ്റിൽ ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് ചെന്നൈ സെൻട്രൽ വരെ ഇരുന്നിട്ടാണ് കേട്ടോ. രണ്ടാളും കൂടി അങ്ങോട്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനൊരു ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല. ഇത്രയും തിരക്കിൽ ലോക്കലിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തിരക്കിൽ ആദ്യമായിട്ടാട്ടോ. ഞാൻ മാത്രമല്ല, വിഷ്ണുവിനും തന്നെ കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇതാ നീണ്ട 12 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്നും ഉണ്ട് ഒരു 2 മണിക്കൂർ യാത്ര കേട്ടോ ലോക്കൽ ട്രെയിനിൽ. ചെന്നൈ വരെ എങ്ങനെയൊക്കെ എത്തും, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2 മണിക്കൂർ യാത്രയാണ് സഹിക്കാൻ വേണ്ടി പറ്റാത്ത കേട്ടോ. തീരെ എത്താത്ത പോലെയാണ്. ഞങ്ങളുടെ ശരിക്കുള്ള സ്ഥലം വരുന്നത് ചെങ്കൽപ്പേട്ട കേട്ടോ. അപ്പോൾ അതാ പാർക്ക് സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തും. എവിടെയെങ്കിലും പിടിച്ചിടുക വെച്ചാൽ 2-2.5-3 മണിക്കൂറോളം എടുക്കും അവിടെ എത്താൻ. ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഏട്ടൻ വിളിച്ച് എണീപ്പിച്ചതാണ്. അപ്പോഴത്തേനും ഇവിടെ ചെങ്കൽപ്പേട്ട് എത്തി. 2 മണിക്കൂർ. രണ്ടാളടുത്തും 2 ബാഗുള്ളതുകൊണ്ടാണ് വെരി ടാസ്ക്. ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞ് അപ്പുറത്ത് കടന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇനി റൂമിൽ പോകാൻ. ഇവിടെ നിന്നുണ്ട് ഞങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് 10 മിനിറ്റ് കയറിപ്പോയാൽ ഷെയർ ഓട്ടോ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോവാറ്. പക്ഷെ ഇപ്രാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് തന്നെ ആയിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഒരു 150 രൂപ ഒറ്റ ചാർജ് വരും. ഷെയർ ഓട്ടോ ആണെങ്കിൽ ഒരാൾക്ക് 20 രൂപ, രണ്ടാൾക്കും കൂടി 40 രൂപ ഇട്ടേ വരുള്ളൂ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ അതാ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളുടെ പഴയ റൂമിൻ്റെ ഒക്കെ അടുത്ത് തന്നെ കേട്ടോ ഈ വീട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടുത്തെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൗസ് ഓണർ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഒരൊറ്റ മുറ്റത്ത് 3 വീടാട്ടോ വരുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വേറൊരു ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.